അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് രാവിലത്തെ ട്രിപ്പ് പോകേണ്ടി നിൽക്കുന്നതാണ്. വണ്ടിക്കപ്പോൾ എണ്ണ ഞാൻ ഇന്നലെ അടിച്ചിട്ടുണ്ടല്ല. അപ്പോൾ ഇന്നലെ രാത്രി വരുമ്പോൾ ഒരു കട്ട ബാക്കിയുണ്ടത്. ഇതിപ്പോൾ നമ്മളെ വണ്ടിയിൽ വരുന്നത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. കാറിൻ്റെ പെട്രോളിൻ്റെ ഇതാണ്. പെട്രോൾ ഇപ്പോൾ ഞാൻ ആകെ അടിക്കുന്നത് ഡെയിലി അടിക്കാറ് 100 ലിറ്ററാണ്. 1-2 ലിറ്റർ അടിക്കാറുള്ളൂ. പിന്നെ നമുക്ക് സൈഡിൽ കാറിൻ്റെ സൈഡിൽ ഇത് ഇവിടെ കണ്ട ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, CNG. ഇതാണ് ഞാൻ അടിക്കാറ്. ഇതിലാണ് നമുക്ക് CNG അടിക്കാറ്. ഇപ്പോൾ നമുക്ക് മഞ്ഞ ലൈറ്റ് കത്തുന്നത് പെട്രോളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് നേരെ ഞെക്കിക്കഴിഞ്ഞാൽ കണ്ട പച്ച ഗ്യാസിലേക്ക് മാറി, CNGയിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ഒരു കട്ടയുള്ളൂ. ഇനി 1, 2, 3 ഘട്ടം കൂടെ വേണം. അപ്പോൾ ഇത് ഫുള്ള് ഇനി ആക്കണം. അതിനുവേണ്ടി നമുക്കിനി അടുത്തൊരു പമ്പുണ്ട് ഇവിടെ പെടക്കൊച്ചിയിൽ. ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇനി പോകുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് എടക്കൊച്ചി പമ്പിലേക്കാണ്. നമുക്ക് ഈ എടക്കൊച്ചിയിലേക്ക് അടുത്ത പമ്പ് ഇതാവുള്ളൂ. ഇത് കഴിഞ്ഞ പിന്നെ നമുക്ക് പമ്പുള്ളത് തോപ്പുംപടിയാണ്. തോപ്പുംപടി പാലിറങ്ങിയിട്ട് പോകുന്ന സ്ഥലത്തൊരു പമ്പുണ്ട്. പിന്നെ CNGയുടെ പമ്പ് നമുക്കിനി വരുന്നത് കുണ്ടന്നൂരാണ്. കുണ്ടന്നൂരും ഉണ്ട്. പിന്നെ നമുക്ക് വൈറ്റിലയിൽ പറഞ്ഞുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചക്കരപ്പറമ്പ് എന്ന സ്ഥലത്ത് പമ്പുണ്ട്. പിന്നെ വരുന്ന എടപ്പള്ളി. അങ്ങനെ കുറച്ച് പമ്പുകൾ 4 പമ്പുകളേ ഉള്ളൂ ഈ ഏരിയയിൽ. ഫോർട്ടിച്ചേരിയ സൈഡൊന്നും പമ്പില്ല. അപ്പോൾ ഞാൻ നേരെ CNG എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടക്കൊച്ചി പമ്പിലേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ ഞാൻ എടക്കൊച്ചി പമ്പിലേക്കാണ് പോകുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോമടി പാലത്തിനോടെ പമ്പുള്ളൂ. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഇവിടെ പോകുന്നത്. അടുത്ത് നമുക്ക് ഇവിടുത്തെ പമ്പാണ് അടുത്തുള്ളത്. ഇവിടെ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണ അടയ്ക്കാനുള്ള പമ്പ് 7 മണിക്ക് ശേഷം ഉണ്ടാവാറില്ല കേട്ടോ. പമ്പ് രാവിലെ തുറന്നു കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ അവർ ക്ലോസ് ആക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി കുറച്ച് സമയം കൊണ്ടുണ്ട് പമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും ഈ പമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞായറാഴ്ച കൊണ്ട് കുറച്ച് ഓട്ടം ഉണ്ടാവും. ഇന്ന് ഞായറാഴ്ചയാണ് പോകുന്നത്, കുറച്ച് ഓട്ടം ഉണ്ടാവും. ബാക്കി ദിവസങ്ങളിലൊക്കെ ഈ മാസം വളരെ മോശമായിരുന്നു ഓട്ടം. അപ്പോൾ ഈ ശനി ഞായറും പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഓട്ടം അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാനതാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഞാൻ ഇന്നലെ കുറച്ച് നേരം പറ്റാണ് വന്നത്. നൈറ്റ് കൂടുതൽ കുറച്ച് ഓടിയുണ്ട്, ഒരു 12 ഓടി കൊണ്ടെന്ന് നേരം പറ്റാണ് ഇറങ്ങിയത്. എടക്കൊച്ചി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ പാലങ്കി ഇറങ്ങണം. ഇതാണ് കേട്ടോ എടക്കൊച്ചി ബസ് സ്റ്റാൻഡാണ് ഇത് കേട്ടത്. ഇവിടെ ഇത്രയും സാധനങ്ങളുള്ളൂ. വണ്ടി സൈഡിലൊക്കെ ബസ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡ്, എടക്കൊച്ചിയിലെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ ഒരു പാലം വരാണ്ട്. ആ പാലം നമുക്കിനി കയറി ഇറങ്ങിയിട്ട് വേണം നമുക്കിനി എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട്. ഈ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അരൂർ പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ആ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി എണ്ണ അടിക്കാൻ പറ്റും. 2 പമ്പ് ഇവിടെ ഉണ്ട് അടുത്തടുത്ത്. ഒരു പമ്പ് അടുത്തടുത്ത്, 2 ഒരു പമ്പ് കഴിഞ്ഞത്. അത് നമുക്ക് പെട്രോൾ മാത്രമേ ഇപ്പോൾ CNGക്ക് ഒരു പമ്പാണുള്ളത്. ഇത് നമ്മൾ അരൂർ പാലാണ്, എടക്കൊച്ചി അരൂരൊക്കെ പോകുന്ന ഒരു പാലാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വൈകിട്ടൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പിള്ളേർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ മീനൊക്കെ പിടിക്കുന്ന ഒരു ഏരിയയാണിത്. മീനൊക്കെ നല്ല മീനൊക്കെ കിട്ടുന്നതൊക്കെ പറയുന്നത്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടോ, വർക്കിംഗ് പ്രോഗ്രസ് ബ്രേക്ക് ഡിവിഷൻ. ഇവിടെ റോഡ് കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ട് കട്ട വിരിക്കുന്നുണ്ട്. അപ്പോൾ 1 സൈഡ് മാത്രമേ വണ്ടി വരുന്നുള്ളൂ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ പോകണമെങ്കിൽ. ഒരു കാറും കൂടി ഉണ്ട്. കാറിൻ്റെ പോയിട്ട് ഇങ്ങോട്ട് പോവാം. മൊത്തം കട്ടകളൊക്കെ സൈഡിൽ ഇറക്കിയിട്ടുണ്ട് കട്ട വിരിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു അടിപൊളി ക്ലൈമറ്റുള്ള നല്ലൊരു രസമാണ് കാണാൻ. മരങ്ങളൊക്കെ ഈ ഏരിയ കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഏരിയ, ഒരു ഗ്രാമപ്രദേശം പോലത്തൊക്കെ ഏരിയ. അപ്പോൾ നമ്മൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. പമ്പിൽ വലിയ തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ സാധാരണ ക്യൂ ഒക്കെ ഉണ്ടാറുണ്ട് CNG അടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് CNGക്ക് വേണ്ടിയിട്ട്. ഇതാണ് CNG പമ്പ്. ഇവിടെ വണ്ടി എടുത്ത് CNG പമ്പ് എണ്ണ അടിക്കാം. ഇവിടെ ഇപ്പോൾ ലിറ്ററിന് 90 രൂപയാണ് CNG റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അടിക്കുന്ന ഫ്രണ്ടിലാണ്. അപ്പോൾ വണ്ടിയുടെ CNG വരുന്നത് ഫ്രണ്ടിലാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ അടിക്കുന്ന CNG. എമൗണ്ടിങ്ങനെ കയറിക്കൊണ്ടിരുന്നുണ്ട്. നമ്മൾ CNGയുടെ എമൗണ്ട് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് 735 രൂപ ആയിട്ടുണ്ട് CNGക്ക്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തുക. അപ്പോൾ 735 രൂപ ഞാൻ പേയ്മെൻറ്റ് CNGക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ഘട്ടം ഉണ്ടായാലും ഫുൾ ടാങ്കിന് ഏകദേശം ഒരു 800 അടുത്ത് തരും. നമുക്ക് 735 കയറി കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്ററൊക്കെ ഓടാം കേട്ടോ വണ്ടി.